അതെന്താ കാത്തി? ഒരു സൈഡിൽ കാത്തി, ഒരു സൈഡിൽ എലി. എലിയാ? ജോക്കിക്ക് അത്രക്ക് താല്പര്യം, ജോക്കി കൊടുക്ക്. അപ്പൊ പെട്ടെന്ന് പിടിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞ എനിക്ക് ഈ കല്യാണം കഴിച്ച് പൊക്കൂടി ഇവനൊക്കെ. എടാ നിനക്കൊരു 50 പുഷപ്പ് അടുപ്പിച്ച് അടിക്കാൻ പറ്റൂടാ? എനിക്ക് പറ്റും. എന്താണ് കാത്തി എടുത്ത് പോയി വൈബ് തരം കാണിച്ചോണ്ടിരുന്നാലേ ഇതിന്റെ സാധനം വെട്ടിക്കളയുന്ന ഞാൻ. എന്താ പ്രശ്നം? പോണ്ട. അവള് ഗോകുന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞു, രായിന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞു, കണ്ണാപ്പിടുത്ത് ഐ ലവ് യു പറഞ്ഞു, കാണുന്നമാട് ഐ ലവ് യു പറഞ്ഞു നടക്കുന്ന പെണ്ണ്. നല്ല കൊച്ചാ, ഇങ്ങനെ വിഷമിക്കല്. നല്ല കൊച്ചാ, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാവുന്ന. എന്റെ പൊന്ന് കോച്ച്, ഇതൊന്നും നടക്കുന്ന പരിപാടിയൊന്നും അല്ല കോച്ച്. ഇത് കുറെ പെൺപിള്ളേരുടെ നമ്പറുണ്ട്, എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണം. ഗോഡ് ഫാദർ അല്ലേ ഇത്? കുറച്ച് പോണ വർഷத்துக்கு മുമ്പ് തുടങ്ങി. ഇപ്പൊ എന്താ ഇത്ര ഫോൺ നമ്പർ? ഹലോ എന്റെ പൊന്ന് കോച്ച്, ഞാൻ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് വാങ്ങിച്ച കോച്ച് നമ്പര് കുറെ. പിന്നെ ഒന്ന് കേൾവിപ്പെട്ടൻ, അതെന്താ കാത്തി? കോച്ച് ഒരു സൈഡിൽ കാത്തി, ഒരു സൈഡിൽ എലി. എലിയാ? ഓ അങ്ങനല്ല കോച്ച്, എലി അങ്ങനല്ല, അങ്ങനത്തെ എലിയല്ല. അതല്ല. അയ്യോ അതൊന്നും അല്ല ഒന്നല്ല രണ്ട്. കോച്ച് കാത്തി കോച്ച് സിറ്റിയിൽ എവിടെ കാത്തിയെ കണ്ടാലും കോച്ച് ഇഗ്നോർ ചെയ്തു വേണം കേട്ടോ. മനസ്സിലായോ? യു ഷുഡ് ഇഗ്നോർ. പിന്നെ 100% ഞാൻ ഇഗ്നോർ ചെയ്യും കാത്തിയെ. പിന്നെ എവിടെയും ആരുടെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ലെറ്റ് മീ നോ. ഇയാളുടെ മുടി എന്തോടോ ഫ്രണ്ടി കൊമ്പായിട്ട് നിക്കുന്നേ? അത് വാർ 3 വാർ പോകുമ്പോൾ കൊമ്പ് മുളച്ചിരുന്നു ജോക്കി. ശരി, പോത്തോ? എന്ത് പറയുന്നേ? വാറിന് പോകുമ്പോ കൊമ്പ് മുളയ്ക്കുന്നു. രണ്ടുപേരും ഗായൂർക്ക് കോച്ച്. ഇവരാരും സിറ്റി വരത്തില്ല കോച്ച്. എലി സിറ്റി ഇല്ല, ഗായു സിറ്റി ഇല്ല. എന്ത് വാടാ இருக்க? என்னடா வேணும் டே கண்ணாப்பி? ஹலோ ഹലോ ഹലോ சொல்லிட்டு ഈ ഒരു മണ്ടയൻ തന്നെ വാസുമോനുണ്ടോ? വന്നാ അണ്ണുണ്ണ തിരിച്ചു പോയിട്ടാൻ ജോക്കിയവൻ. എടാ വാസു, എന്ത് വേടേ? ഇവിടെ ടർഫോക്ഷൻ ഉണ്ടല്ലോടാ, ടർഫോക്ഷൻ പോയി ഇരിക്കണം. ജോണിയപ്പാപ്പന്റെ കൂടെ നടന്നും കിടന്നും അതേ അങ്ങേറെ പോലത്തെ സംസാരമായി. എന്ത് വേടാ മക്കളെ, അങ്ങനെയൊക്കെ ആയി കേട്ടോ. എടാ ഞാനതൊക്കെ വെറും എടാ നമ്മുടെ ഗ്യാങ്ങിലെ കുറെ അമ്മമാർക്ക് വല്ല പ്രാന്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവന്മാരൊക്കെ എന്തു പോയി കാണിക്കുന്നേ? ഈ ഇങ്ങനെ ഇതാവരുത്, മനസ്സിലായോ? വാസു എന്തി ചിലർക്കൊക്കെ കടിയൊക്കെ തുടങ്ങി. ഞാൻ പറയാട്ടെ കഥകളൊക്കെ. അവന്റെ അച്ഛൻ കടിച്ചോണ്ടിരിക്കുക. എടാ വാസു എന്തിയടാ വാസു? ഇത് എന്തുവാടാ മോനെ? ഈ താറാവിന്റെ കാലുമൊക്കെ വെച്ചിട്ട് ഇത് എന്തുവാ? ഇത് നിക്കറോ? ഇത് എന്തു തൂങ്ങി കിടക്കുന്നേ മണിയില്? എന്റെ ശബ്ദം എല്ലാരും പറയുന്നത് താറാവിനെ പോലെയാണ്. അപ്പൊ പിന്നെ താറാവിന്റെ കാലം. ഹലോ, ഡ്രസ്സൊക്കെ മാറി റെഡിയായോ? ഓ ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിക്കുന്നേ. എടാ മോനെ വാസു ഞാനൊരു കാര്യം പറയട്ടെ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഒരു മിനിറ്റ് കേട്ടില്ല. ഡോക്ടർ ഏത് ഡോക്ടർ? അവന്റെ പിള്ളകളി. വാസു അവന്റെ പിള്ളകളി. വാസു നീ ഇങ്ങോട്ട് വന്നേടാ. വാസു നീ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഒരു മിനിറ്റ്. വാസു ഞാൻ പേഷ്യന്റ്. എന്നെ കൊണ്ടോ. ഇഞ്ചക്ഷൻ വെക്കല്ലേ. അയ്യോ തന്നെ കൊണ്ടോ. ഇവൻ ശരിക്കുള്ള EMS ആണ് ഇവൻ.
ഈ പ്രായത്തിൽ EMS ആവാൻ നീ എന്താ പഠിച്ചത്? വാസു ഇങ്ങോട്ടൊന്ന് വന്നേടാ വാസു. വാസു എടാ അവനെ വിടറാ. വാസു ഇങ്ങോട്ടൊന്ന് വന്നേ വാസു. എങ്ങോട്ട് പോയി? ഹലോ ഹലോ ഹലോ. എടാ ഞാൻ നേടാ വണ്ടിയുടെ അടി. തിരിച്ചു നോക്ക്. എടാ തിരിഞ്ഞു നോക്കടാ. വാസു ഹലോ. ആ എടാ പോടാ അപ്പുറത്ത് പോടാ. ഞാൻ അവനെ മാത്രമല്ലേ വിളിച്ചുള്ളൂ, ബാക്കിയുള്ളവരെ പോ. ഹലോ ഹലോ. ആ ജോണി വരാം. എന്നാ രണ്ടുപേരും കേറിക്കോ, എന്നാ പിന്നെ ഒന്നിച്ചങ്ങ് പോവാം. എവിടെ കയറാൻ? മറ്റേ ഓപ്ഷൻ പോണ്ടേ? ആ ഓപ്ഷൻ കേറിക്കോടാ. നിന്നെ ഈ കോലത്തിലൊക്കെ നാട്ടുകാരൊന്ന് കാണട്ടെടാ. വാസു ഞാനൊരു കാര്യം റബ്ബർ ഷൂസ് ഒക്കെ ഇട്ടേക്കുന്നേ. ചെറുക്കൻ ട്രെൻഡി അല്ലയോടോ. ട്രെൻഡിങ് സാധനമാണത്. ട്രെൻഡി അല്ലയോ ചെറുക്കൻ? വാസു ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളെ പോലത്തെ പ്രായം കുറഞ്ഞ ആൾക്കാർ വാസു മോനെ കുറെ ഫാഷൻസ് ഒക്കെ കൊണ്ടുവരും. വാസു ജോക്കി, മോനെ നിനക്ക് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തുവാ? എനിക്ക് പെട്ടെന്ന് അങ്ങനെ താല്പര്യമില്ല ജോക്കി. മോനെ കാത്തി എന്ന് പറഞ്ഞൊരു കുട്ടി അറിയാവോ? ക്യാത്തിയോ? ആ അറിയാവോ? അറിയത്തില്ലല്ലേ? അയ്യോ മോനെ അത് ചോദിച്ചതാ അറിയാവോന്ന്. ചോദിച്ചതാടാ അറിയാവോന്ന്. ഈ റേഡിയോയിൽ ആരോ കൊണ്ട് കിടന്ന് തമിഴ് പരസ്യം റേഡിയോനകത്ത് ഇനി സംസാരിക്കുന്നവൻ പറഞ്ഞു വിടുവേ. ആര് കടത്തിയിട്ട് പോവാനാ കൊച്ചാ? കൊമ്പ് വെച്ചൊരു കുത്തങ്ങാണ് കൂടെ മനുഷ്യ. നിങ്ങൾ എന്തുവാ ഇത്? ദൈവമായിരിക്കും ദൈവം. വാസു ദർശനയ്ക്ക് ഒരു ജീവിതം കൊടുക്കണ്ടേടാ. ദർശനയ്ക്ക് ഒരു ജീവിതം കൊടുക്കണ്ടേന്ന്. ദർശനക്ക് ജീവിതം ആ ജോക്കിക്ക് അത്രക്ക് താല്പര്യം ജോക്കി കൊടുക്ക്. എടാ നിനക്ക് താല്പര്യമില്ലേ ദർശനെ? ജോക്കി എന്തോ പറയുന്നത് ജോക്കി? ഇതൊക്കെ ടെസ്റ്റിംഗ് ആണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് ഞാൻ കൊടുക്കാന്ന് പറയുമ്പോ എന്നെ മൂഞ്ചിക്കും. ഇത് കാലം കുറെ വർഷങ്ങളായിട്ട്. മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ നടത്തി തരും, ഏത് പെണ്ണാണെങ്കിലും. ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ ഇത്ര നാളെ അടച്ചിട്ട കോഴിയെ പോലെ വളർത്തി എനിക്കൊന്ന് പ്രേമിച്ച് നടക്കുന്ന സുഖം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ജോക്കി. അപ്പൊ പെട്ടെന്ന് പിടിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഐ കാൻറ്റ് മെന്റലി അക്സെപ്റ്റ്. ഈ കല്യാണം കഴിച്ച് പൊക്കൂടി ഇവനൊക്കെ. അല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്, മറ്റേ അലീന അത് പറഞ്ഞില്ലല്ലേ? നീ അറിഞ്ഞില്ലേടാ? എന്റെ പൊന്നു ജോക്കി, ചന്ദ്രൻ അലീന എന്തോ തട്ടുകടയിൽ എന്തോ മറ്റേ പുഴുത്ത ചിക്കനും എന്തോ കഴിച്ച് വാട്ടമുട്ട ഓംലെറ്റ് ഛർദിലുണ്ടായത്. അല്ലാതെ ചന്ദ്രനെ കൊണ്ട് അതൊന്നും പറ്റൂല. എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് അലീന പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രന് കഴിവുണ്ടെന്ന്. ഇതിനൊക്കെ ഞാൻ എന്തോ മറുപടി പറയാൻ. അവളുടെയൊക്കെ അച്ഛന്റെ പ്രായമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചു ജനിച്ച ഉടനെ ഒരു മുടി തലേന്ന് ഞാൻ പറിച്ചെടുക്കുന്നു. DNA ടെസ്റ്റ് നടത്താലോ. ഇതുവരെ അവന്റെ തന്ത ആരാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നല്ലേ നിനക്ക് നിന്റെ തന്ത ആരാന്നറിയാവോ? നമ്മൾ അവന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കാര്യം എന്തിനു സംസാരിക്കും? അല്ല നിനക്ക് അറിയാവോന്ന് ചോദിച്ചാ. എനിക്കറിയത്തില്ല കേട്ടോ ചോദ്യങ്ങൾ. വാസു ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ നാളെ തൊട്ട് ഞാൻ പ്രേമിക്കാൻ വിടട്ടെ. അല്ല ജോക്കിയുടെ അച്ഛന്റെ പേരെന്താ ജോക്കി? ഈ ജോക്കിയുടെ അമ്മായി സുമതി അമ്മായി ഇതൊക്കെ നമുക്കറിയാം. ഈ ജോക്കിയുടെ അച്ഛന്റെ പേരെന്താ? എടാ എന്തുവാടാ നിന്റെയൊക്കെ പ്രശ്നം? ജോക്കിയുടെ അച്ഛന്റെ പേരെന്താ? അത് മറ്റേ സുമതി അമ്മയുടെ ബന്ധത്തിലുള്ള ഒരാള് തിരിച്ചു വന്നു. കമ്പാക്ക് പോവാണോ? ഹലോ ജോക്കി, അച്ഛന്റെ പേര് അച്ഛന്റെ പേരെന്താ ജോക്കി? കത്തിപ്പോയോ അതോ അഭിനയിക്കുവാണോ? അഭിനയിക്കും. അച്ഛന്റെ പേര് കണ്ടുപിടിക്കും. ഓർത്തെടുക്കണ്ടേ? തല്ലുകൊണ്ട് വിളിക്കുന്നവരുണ്ട്. ഞാൻ കയ്യിൽ കൊടുക്കാന്ന് വിചാരിച്ചേ. എന്താ ഏറ്റവും ആവോ? ഇല്ല ആവത്തില്ല. എന്തുവാടാ മറ്റേ സൂര്യബോസ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ അച്ഛന്മാരെ തപ്പി ഇറങ്ങിയാലും. വണ്ടി കയറ്. എന്നാടാ തിരിട്ട് മൂഞ്ചി. പോസ്റ്റൽ കോഡ് ഒന്ന് പറയോ വാസുണ്ണ? പോസ്റ്റൽ കോഡോ? എവിടെ ഉണ്ടെന്ന്? നമ്മൾ അങ്ങോട്ട് വരാടാ, നമ്മൾ ഇറങ്ങി. അങ്ങോട്ട് വരുവാ, ഗ്യാങ് ഹൗസിലോട്ട് വാ.
അല്ലല്ല അവിടെ വരണ്ട അവിടത്തെ പോസ്റ്റൽ കോഡ് എത്ര എടാ എല്ലാവർക്കും താങ്ക് യു. എടാ എടാ, എല്ലാരും follow ചെയ്തേക്കണേ. ഇവിടെ വേറെ ആർക്കും ആദ്യമായിട്ട് വരാൻ കേട്ടോ എനിക്ക് പറ്റില്ല. ഇത്ര watching വരുന്നില്ല നമ്മൾ വരുന്നില്ല ജസ്റ്റ് ഒന്ന് അറിയാനാണ്. ഗൈസ് ഇന്നർ വെയർ ഉണ്ടോ? Surprise ഉണ്ട്. ഇന്നർ വെയറോ? 9395. ഗൈസ് ഇന്ന് വാറുണ്ടോ? ആ ഓക്കേ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പക്ഷേ ഇറങ്ങി ആ കുഴപ്പമില്ല വാസന ഇറങ്ങിക്കോ. ആ എടാ സൂര്യ മാർക്ക് പറടാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ആ സൂര്യബോസ് എന്ന് പറഞ്ഞ ചെറുക്കനുണ്ടല്ലോ, അവനും അവന്റെ തള്ളയ്ക്കും ഈ കൂടെ നടക്കുന്ന ചന്ദ്രനും അവന്റെ കൂട്ടുകാരൻ നീകനും ഒക്കത്തിനും ഭ്രാന്ത. ജോക്കി അങ്ങനെ തള്ളത് പറയല്ലേ ജോക്കി, കേൾക്കുമ്പോ എനിക്ക് വിഷമമായി പെട്ടെന്ന്. മോമിന്നോ ആ മോമി അങ്ങനെയൊക്കെ മോമി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ആ ബ്ലൂന്റെ അമ്മച്ചി ഇല്ലയോ, അവരവസാനം ഇട്ടേക്കുന്നുണ്ടോ യു ക്യാൻ കോൾ മീ മോമിന്ന്. ആ എന്നാ വേറൊരു കാര്യം പറയട്ടെ. നാളെ ജോക്കി ഞാൻ പറയട്ടെ, എനിക്ക് പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത്രയും ഗതി ആരാടോ ഈ പെരട്ടത്തള്ളയെ കല്യാണം കഴിക്കാൻ പോന്നേ? നമ്മുടെ അവിടെ നിന്നില്ലേ കാട്ടിപ്പള്ളി പപ്പ ഇന്നലെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോണ 19 വയസ്സുള്ള കൊച്ചിനെയാ. ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ലല്ലോടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്, ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അടുത്ത് പ്രായത്തെ പറ്റി പറയില്ലെന്ന്. എടാ നിനക്കൊരു 50 പുഷപ്പ് പഠിപ്പിച്ചടിക്കാൻ പറ്റൂടാ? എനിക്ക് പറ്റും. 50 100 പുഷപ്പ് പഠിക്കും ഞാൻ. എന്നാ ഇറങ്ങി പുഷപ്പ് പഠിച്ചേ. വാ വണ്ടി ചേർത്തു. നീ ആദ്യം അടി, എന്നിട്ട് രണ്ടാമത് ഞാൻ അടിക്കാം. എനിക്ക് അടിക്കുന്ന എങ്ങനെ അറിഞ്ഞൂടാ. എണ്ണം തെറ്റല്ലേ? ആ അടി. 1 2 3 4 5 6 1 2 3 4 5 6. എടാ ഇതൊക്കെ ജോണി എന്തുവാടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിവ് തെളിയിക്കടോ. ഹിറ്റ് നിങ്ങൾ തമ്മിലല്ലേ എനിക്ക് നമ്പർ, ആ നമ്പർ ഞാൻ ഒതുങ്ങി. ഇത് ഇടയ്ക്ക് നിക്കുന്ന എന്തുവാടോ? അണക്കാൻ അല്ലാതെ എന്തിനേ മോനെ എനിക്ക് പറ്റത്തില്ല കേട്ടോ മോനെ. 20 കീഴടങ്ങിയല്ലേ എടോ എന്നാ ഒരു സ്റ്റാമിന ആടോ ഒരു ചെറുക്കിന് കണ്ടോ? മോനെ വാസു എന്തോ പറ്റിയോ? എടുക്കണോ? ആ എടുത്തൊന്ന് ഈ നിക്കണേ. ഇങ്ങനെയാടോ എടുക്കുന്നേ ടീ സ്ലാഷ്? ഇതുകൊണ്ടല്ലേ ജോക്കി ഞാൻ നമ്പർ ഇട്ടേ നിൽക്കാൻ. ബാ കേറ്. വാസു ഞാൻ ആ കയാനി ഒന്ന് കണ്ടാലോടാ നമുക്ക് പോയി? അത് കാണാം കേട്ടോ. ഇന്നലെ അവനെ വെള്ളം അടിച്ചിട്ട് കണ്ടായിരുന്നു. ഇല്ല. ആ പോന്ന വഴിക്ക് ഞാൻ ഒരു കുപ്പി ജവാൻ മേടിച്ചിട്ട് അവനെ കൂടെ സംസാരിപ്പിക്കാം. വാസു ഇങ്ങനെയാടാ താല്പര്യം ഉണ്ടോ? ഒരു പോന്ന വഴിക്ക് ഒരു കുപ്പി ജവാൻ എടുത്തിട്ട് നമ്മൾ കയാനിയെ കാണാൻ പോന്നു. ഇല്ല പടിയ ചൊബ. അവനെ കുറച്ച് ജവാനകത്തോട്ട് അവന്റെ വായിന്ന് എടാ ഞാനൊരു കാര്യം പറയട്ടെ, ആ ചെറുക്കൻ മലയാളിയായിരുന്നു. താനല്ലിയോടോ പറഞ്ഞേതോ? ഇത് ഇന്നലെ അവന്റെ ഉള്ളിൽ 2 തുള്ളി മദ്യം കൊടുത്തപ്പോ ബാരലാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് അവൻ മലയാളിയാണ്. ഏത് മറ്റേ അൾജീരിയക്കാരനോ? ഞാൻ താനില്ല ഇത് ഒഴിച്ചിട്ട് അൾജീരിയ മറ്റേത് നൈജീരിയ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആ ഇംഗ്ലീഷ് അത്ര കിടന്ന് സംസാരിച്ചത്. മദ്യം ചെന്ന് ജവാനകത്ത് ചെന്നപ്പോഴല്ലേ അവന്റെ തനി കുണഞ്ഞാൻ കണ്ടത്. തിരുവനന്തപുരം ഭാഷ പറഞ്ഞല്ലേ? അവൻ പടയപ്പാന്ന് പറഞ്ഞ തുടങ്ങിയില്ലേ? എടോ ജോണി എന്ന് പറഞ്ഞ തുടങ്ങിയവൻ. എടാ ഇത് എന്തുവാടോ പി അല്ലാന്നോ? എന്ത് ഇടിച്ചു നിൽക്കുന്നടാ. അയ്യോ ആരാണ്ട് ഇടിച്ചു കളഞ്ഞു കേട്ടോ. ഹലോ വാസു ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ കെട്ടിക്കാൻ തീരുമാനിച്ചു. എന്നെയാ? ആ ഞാൻ പശുവല്ലോ എന്റെ പെട്രോൾ കൊണ്ട് കെട്ടിയിടാൻ ജോക്കി ഇതൊന്നും എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ ജോക്കി എല്ലാത്തിനും ഒരു ലെവലുണ്ട്. അതായത് പെട്ടെന്ന് ഞാനിപ്പോ ജോക്കി എടുത്ത് പറയാം, പെട്ടെന്ന് നമ്മളെ അഡ്വാൻസ് ലെവലിലോട്ട് പിടിച്ചിട്ട് എങ്ങനെയാണ് അത് നടക്കൂല. എന്നാ പിന്നെ നിനക്ക് പ്രേമിക്കാൻ 1 മാസം ഞാൻ ഗാങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ 1 മാസം പ്രേമിച്ചോ. ജോക്കി ഇപ്പൊ കൂളായോണ്ട് പറയുവാണ്, എന്നാലും പറയുക 5 പേരെ ഒരേ സമയത്ത് പ്രണയിച്ചപ്പോ പോലും ഗ്യാങ് ടോപ്പായിരുന്നു. അല്ല ഞാൻ പറയുവാ നീ കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രേമേ അല്ല ഞാൻ പറയാ അതിന് എനിക്ക് പ്രേമിക്കാനാണെങ്കിൽ ജോക്കി ഗ്യാങ്ങിന്റെ കാര്യത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ അതും നോക്കാം ഇതും നോക്കിക്കോളാം. ഞാൻ നോക്കി കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞാണോ നീ നോക്കാൻ സമ്മതിക്കാത്ത? പുതിയ റിക്രൂട്ട് എടുത്താ? എടാ നമ്മുടെ ഗ്യാങ്ങിൽ TDS കോബ്ര. ഇത് ആരാടാ ഗ്യാങ് റേഡിയോയില് TDS കോബ്ര? ഹലോ എന്റെ പൊന്ന് ജോക്കി അത് ഗ്യാങ് റേഡിയോ അല്ല. അത് ഗ്യാങ് റേഡിയോ ഒന്നും അല്ല. എന്തൊരു മുണക്ക് മനുഷ്യൻ. മറ്റേ റേഡിയോ
മിസ്റ്റർ എക്സിന്റെ റേഡിയോയില് കേറി ഇരുന്നിട്ട് നമ്മുടെ ഗ്യാങ് റേഡിയോയില് ഇരിക്കുന്നു. ഇറങ്ങ് വീടെത്തി. വഴിയില്. ഹലോ ലീഡറാണ് പോലും. ഓക്കേ, എന്നാ പോയിട്ട് ആ പോയിട്ടോ ജോണി, ഞാൻ വിളിക്കാം. ഇതിനെ ഒന്ന് ഞാൻ അടിക്കട്ടെ. വാ ദൈവം എടോ കൊല്ലല്ലേടോ ചെറുക്കനെ. ആ സൈമൺ ഉണ്ടോ? ഒരു മിനിറ്റ്. സൈമൺ ആരാ? സൈമൺ ഉണ്ടോ? ഹലോ ഹലോ, ആ ഹലോ. ഞാനൊരു കാര്യം പറയട്ടെ, എവിടെ നിൽക്കുന്നത്? സൈമൺ ആരാന്നറിയാവോ? കണ്ണാപ്പിട നന്ദ. നമ്മുടെ ഗ്യാങ് ഹൗസിൽ എടുത്തിട്ട് വരുമോ? എടീ സൈമൺ എന്ന് പറഞ്ഞ ആരാ? ആ അതെ, പരിചയപ്പെട്ട് സംസാരിച്ചു നോക്കാം. നിങ്ങൾക്ക് സംസാരിച്ചു നല്ല പരിചയമുള്ള ഒരാളാണ് സൈമൺ. ആളെ ഇപ്പൊ TDF-ന്റെ അവിടെ ഫ്രണ്ടിലാ, ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മായിയാ? എന്തുവാടാ? ഓക്കേ, എന്നാ ഞാൻ ആളെ ഒന്ന് പിക്ക് ചെയ്തു. ഓ ശരി. എടാ വാറുണ്ടോന്ന് വെച്ചാ PVP ഹോൾഡ് ആണോ? സേഫ് സോണാ. അത് കഴിഞ്ഞിട്ടല്ലേ വാറ് കളിക്കാൻ പറ്റത്തുള്ളൂ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ന് കാണൂല അപ്പം. എടാ ഇതാരാടാ ഈ നടുക്ക് തിരിക്കുന്നേ? ഇതാരാ? നീ ആരാ? ഹലോ നീ ആരാടാ? ഹലോ ആരാ? ഞാൻ ഡെസ്ട്രോ. എടാ അകത്ത് കയറി ഇരുന്നു ഇവിടെ. എടാ എന്തിനാടാ ഈ നടുവാതിക്കൽ ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുന്നേ? കണ്ട അവൻ ഞാൻ വരെ പറഞ്ഞോളൂ, എപ്പോഴേ തിരിച്ചറിയും. ജോക്കി അങ്ങനെ വരണം. ജോക്കി നീ ഒന്ന് നേരത്തെ നിർത്തി നോക്ക്. ഞാനിപ്പോ പറയുമോ ഇല്ലയോന്ന്? ഇല്ല. ഒരാളെ പോലും പറയൂല ജോക്കി. നീ ചുമ്മാ വാശി പിടിപ്പിക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗ്യാങ്ങിലുള്ള റേഡിയോ ഒക്കെ തൊള്ള എല്ലാമാരും ഗ്യാങ് ഹൗസിലോട്ട് വന്നേ. ഞാനിന്നൊന്ന് തീരുമാനമാക്കിയിട്ടുള്ള വൈകാര്യം. ചാറ്റ് പറഞ്ഞു തരണേ. മനസ്സിലായില്ലേ ഇത്? ഏതാ? എടാ അതൊന്ന് ഹെൽമെറ്റ് ഊരി. ഹെൽമെറ്റ് ഊരി കൊടുത്തേടാ. ചൂട്. ചാറ്റ് അപ്പോഴത്തേക്കും വന്നു. 1 സെക്കൻഡ് ഡിലേ ഉള്ളതെന്ന് എനിക്കറിയാം. എടാ ഇത് ചൂടാനൊക്കെ എനിക്ക്. ജോക്കി എന്റെ അടുത്ത് ഇറക്കല്ലേ ജോക്കി. എടാ നിന്റെ അടുത്ത് ഇറക്കാനൊന്നുമല്ല, ഇത് ചൂടാനൊക്കെ. ഞാൻ 24 മണിക്കൂർ സംസാരിക്കുന്ന ഇറക്കനാ. കിക്കിന്റെ ചാറ്റ് ഇമോട്ടളിയാക്കി. എന്തുവാടാ ഇമോട്ടളിയാക്കി? ഇമോട്ടളിയാക്കി. ഇതാരെന്ന് തന്നെ അറിയാലോ. ഇത് കണ്ണാപ്പി. പട്ടിത്തീട്ടോ ഇനി വെച്ചാലും പട്ടിത്തീട്ടമായിട്ട് തന്നെ ഇരിക്കും. അതിന് എന്ത് മാറ്റിയിട്ടും കാര്യമില്ല. ആൾക്ക് കണ്ടാലും തിരിച്ചു. അത് തന്നെ പണ്ടേ അറിയാം. പിന്നെ പറ. പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? 5 വർഷമായി ഞാൻ ലീവ് വന്നിട്ട്. ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം. എന്താണ് മറ്റേ റോക്കറ്റ് ചന്ദ്രന്റെ ടൈം മെഷീൻ വല്ലോണ്ടായിരുന്നു തിരിച്ചു പോയി 5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ദിവസം ഇല്ലാണ്ടാക്കി. ഞാൻ എത്ര പറഞ്ഞായിരുന്നടാ, വഴിക്ക് വരെയിട്ട് മാറി വരെ ഇരുന്നില്ലേ, പിണങ്ങി വരെ. ഈ തലയിൽ റെഡി വെച്ചേക്കുന്നേ. തലയില് റെഡി വെച്ചേക്കുന്നേ. ഇത് സംസാരിച്ചടാ ഒന്ന്. അത് നോക്കി പറയുന്നല്ലേ പറഞ്ഞേ. ഇത് പറ, ഞാൻ പറയാലോ എല്ലാരും. എടാ ഈ ടെഡി വില്ലുമൻ. അത് ജുഗ്രുവാണ്. സോറി. ഇതാരാണ്? ഇത് മെസ്ബോയ്. ഏതാ? ഈ ടൗൽ ഇറ്റാച്ചി. അല്ല ഇതോ മെസ്ബോയ്. ഏത് ഇത്? ഇത് എടാ പച്ച ഇറ്റാച്ചി. ഇത് മെസ്ബോയ്. അല്ല ഇത് മുച്ചിരി. ആ എടാ അത് കാണത്തില്ല കേട്ടോ. ഇത് ഗോകു. അത് അലക്സ്. ഇത് ഗോകുല്ലേ? ഇത് അലക്സ് അല്ല, ഇത് ഡെസ്ട്രോ. ഇത് മാറ്റി. എടാ ദാണ്ടടാ ഇതടാ അലക്സ്. ഇതാണ്ട് അത് മാറ്റണ്ടേ? ഇത് അലക്സ്. ഇത് ഇത് അലക്സ് അല്ലയോടാ ഇത്? എനിക്കറിയാം ജോക്കിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് വെച്ചത്. എനിക്കറിയാം അത്. വാസു കേക്കുന്നുണ്ടല്ലോ. റേഡിയോ ഞാൻ തൊട്ട് റൈറ്റിലുണ്ട്. സുമതിയമ്മയൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ സിറ്റി കണ്ടാനെ. കാരണം അത്ര നല്ല വണ്ടി ഇല്ലടാ കൊടുക്കാൻ. ഇങ്ങനെ
എടാ ആരാടാ മുച്ചിരിക്കണ ഇടിക്കുന്ന ഇങ്ങനെ എന്താടാ മുറ്റി നിനക്ക് അല്ലല്ലേ ഇത് ബഗ്ഗാതാ പക്ക പക്ക വാച്ച് താഴെ വരെ ഓടിപ്പോയിട്ട് തിരിച്ചു മറ്റേ ചമ്മിയല്ലടാ കൂടെ ഓടിയതല്ലേ എന്ത് പാടാ അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നീ എന്തോ അറിഞ്ഞെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്തോ പറയാനുണ്ടെന്ന് കണ്ണാപ്പി വരണ്ടോ കേട്ടോ കത്തി വേണ്ട കത്തി വേണ്ടെന്നോ? ഏത് കത്തി? ആ. ഞാൻ കത്തിന്ന് വിളിക്കാറ്. ടീറ്റിയുടെ നമ്പറിങ് എടുക്കട്ടെ. അല്ല ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനും രായനും സംസാരിക്കാൻ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ കോഴിത്തരക്ക് കാണിച്ചു. അപ്പൊ എന്റെ അടുത്ത് വന്ന് ഐ ലവ് യു പറഞ്ഞു. അവള് നിന്റെ അടുത്ത് വന്ന് ഐ ലവ് യു കാര്യമായിട്ട് വിശ്വസിക്ക്. എന്നിട്ട് അതൊക്കെ പോട്ട്. എന്നിട്ട് രായൻ പറഞ്ഞ് അതെന്തൊരു പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയപ്പോഴേ രായന്റെ അടുത്ത് പറയണ് ഇന്ന് രായനോടും ഐ ലവ് യു എന്ന്. എന്നിട്ട് പറയണം എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണമെന്ന്. എടാ അവള് അങ്ങനെയാടാ, ഭയങ്കര വൈബാണ്, മനസ്സിലായോ? അതന്നെ വൈഫാണ്. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, കാറ്റിയെടുത്ത് കാണാൻ പോയി വൈബത്തരം കാണിച്ചോണ്ടിരുന്ന കണ്ണാപ്പി ഞാൻ നിന്റെ സാമാനം വെട്ടിക്കളയും കേട്ടോ. എന്താണ് കാത്തിയെടുത്ത് പോയി വൈബ് തരം കാണിച്ചോണ്ടിരുന്നാലേ നിന്റെ സാധനം വെട്ടിക്കളയുന്ന ഞാൻ. എന്താ പ്രശ്നം? പോണ്ട. അല്ല ഞാനും ദിവസവും കറങ്ങി നടക്കാറുള്ള ഞങ്ങള് മുട്ട കമ്പനിയാണ്, ഭയങ്കര കമ്പനിയാണ്. ഒരു ഇത് മതി നമുക്ക്, മനസ്സിലല്ലേ? വാറ്റണം ഞാനും ജാതി എന്ന് പറഞ്ഞ മുട്ട വൈവാണ് ഞങ്ങള് 24 അടിച്ചാൻ കൊന്നാലോ ഈ കുട്ടി അങ്ങനെ. ഓ ഞാൻ വേണ്ട. ജോണി ഇങ്ങോട്ടൊന്ന് വന്നേ. ജോണി ഇങ്ങോട്ടൊന്ന് വന്നേ. എടി ആദ്യം ഇങ്ങോട്ടൊന്ന് പാടോ ഇയാള്. പരിചയപ്പെടാൻ വേണ്ടി ഒരാളെ ആ പരിചയപ്പെടാം, ഒരു മിനിറ്റ്. അതല്ല ഇങ്ങോട്ട് വന്നേ. എടോ താനില്ലയോടെ പറഞ്ഞ കാത്തി നല്ല കൊച്ചാന്നും പറഞ്ഞോണ്ടാ. കാത്തിയാണെങ്കിൽ അവള് ഗോകുന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞു, രായന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞു, കണ്ണാപ്പി അടുത്ത് ഐ ലവ് യു പറഞ്ഞു, കാണുന്നമാട് ഐ ലവ് യു പറഞ്ഞു. പെണ്ണ് തന്നോട് താല്പര്യം ഉണ്ടെന്നു? അല്ല അത് പിന്നെ കൊച്ചിന്റെ കഥയൊക്കെ കേട്ടത്. പക്ഷേ നല്ല കൊച്ചാ, ഇങ്ങനെ വിഷമിക്കല്. നല്ല കൊച്ചാന്ന് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാവുന്ന. രായനോട് ഗോകുനോടൊക്കെ ചുമ്മാ ആയിരിക്കും. ഗോകുനോട് പറഞ്ഞെന്നോ? അതാന്നേ എനിക്കറിയാത്തേ. രായന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും, പക്ഷെ ഗോകുന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എനിക്കറിയത്തില്ലടോ. ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പിക്കേസ് ഒന്നും ഞാൻ ഇടപെടുന്നൊന്നുമില്ല. ഞാൻ ഗാദി അടുത്തൊക്കെ പോകാൻ പറഞ്ഞു. ഇല്ല സംസാരിച്ച് നോക്കാൻ ചോക്കി. നല്ല കൊച്ചാണെന്ന് തോന്നുന്നു. അല്ല രായന് എങ്ങനെ? രായന് പറ്റി ഹെലനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തുവാ ഇവനോട് ചോദിച്ചു നോക്കാം. എടാ കണ്ണാപ്പി, നമ്മുടെ സിറ്റി കാത്തി എന്ന് പറഞ്ഞൊരു കൊച്ചിടാ, നല്ല കൊച്ചിടാ അത്. എന്റെ ബെസ്റ്റിയാണ്. അവളുടെ സിറ്റിയിലെ ഫസ്റ്റ് ബെസ്റ്റ് ഞാനാണ്. ഇപ്പൊ ഞാൻ സിറ്റി വന്നില്ലല്ലോ, ആദ്യം എന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പട്ടി നക്കി ജോണി, പട്ടി നക്കി. കാത്തിമോൾ 0602752905. ഇതാണ് അവളുടെ നമ്പർ. ശരിയാണ്. ഞാൻ ഇവള് വൻ കമ്പനിയല്ലേ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. പക്ഷേ ഇത് നിങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ചു വന്നാലും അവൻ പുറത്ത് സംസാരിക്കുമെന്ന് തോന്നുന്നു. എടാ നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഡറാ നിക്കുന്ന കോലം. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ കുക്കു? കൊള്ളാല്ലേ, നമുക്ക് എല്ലാവർക്കും ഈ ഷൂ ഇട്ടാലോ? ഞാൻ ചോല ഷൂ ഇട്ടപ്പോ എന്തായിരുന്നു ഇവിടെ? കാത്തി എന്ന് പറഞ്ഞ ജോണി വാറ്റണ ഉഗാണ്ടേ പോയി മാങ്ങ പറിക്കാം. എന്നിട്ട് കുറച്ചുകൊണ്ട് നിനക്ക് സാമാനം വെച്ച് തരാം. ഉണ്ടായി അവിടെ വാറ്റണ ജോണിപ്പാപ്പ. ഹലോ ജോണിപ്പാപ്പ. കാത്തി എന്ന് പറഞ്ഞ നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു വൈബ് ഫ്രണ്ട് ആക്കി വെക്കാൻ പറ്റുന്നതാണ്, മനസ്സിലായില്ലേ? പക്ഷെ വേറെ അതിലോട്ടൊന്നും ചിന്തിക്കാൻ പോവല്ലോ. ചിന്തിച്ചാ നീ എന്തോ ഈ മൂക്കി കയറ്റിടുവോ നീ? അല്ല ജോക്കി അത് ചെയ്യല്ലേ. അത് ജോക്കി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. അതാ പറഞ്ഞത്. അവക്കെല്ലാം ഫണ്ണ. അല്ല ഞാൻ ചില കഥകളൊക്കെ പറയും ഭയങ്കര ഇമോഷണൽ ഒക്കെ ആവാറുണ്ട് കുട്ടി. എന്റെ എലി ഒന്ന് വന്നോട്ടെ. അയ്യോ അങ്ങനല്ല,
എലി ഒന്ന് വന്നോട്ടെ. എന്തു പാടും ചത്തുപോയ എലി എന്നാണോ ജോക്കിയുടെ പോയിന്റ്? അങ്ങനല്ലടോ, ആരേലും ഒക്കെ വീണ്ടി എന്തു പാടോ ഞാനീ കേക്കുന്നേ. ഞാൻ കാര്യം പറഞ്ഞു. ഇങ്ങോട്ട് വന്നു, താനിങ്ങോട്ട് വന്നു, താനിങ്ങോട്ട് വന്നു. കാട്ടിലുണ്ടോ ഇയാളിതോ? ഞാനൊരു കാര്യം പറയട്ടെ. എടോ ഇത് എന്തൊരു കഷ്ടപാടോ. ഏതേലും പെണ്ണ് എന്നെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് കണ്ണാപ്പിയുടെ ബെസ്റ്റി, ഗോകുവിന്റെ അടുത്ത ബെസ്റ്റി. അത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ടാണ്. ഞാൻ കൊച്ചാണെങ്കിൽ ആരോടും മിണ്ടത്തില്ല, പാവമാണെന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ.